അധ്യയനകാലത്ത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സുരക്ഷിത വിദ്യാരംഭം സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നു. ചെറിയ വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ അനുവദിക്കരുതെന്ന് ഇരിട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ രാജീവൻ. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാനിരിക്കെയാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രയ്ക്കായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചത്. ഇരിട്ടി സബ് RTO ഓഫീസ് പരിധിയിലുള്ള ഇരിട്ടി താലൂക്കിലെ 300ഓളം സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതാ പരിശോധനയാണ് ആരംഭിച്ചത്. ഇരിട്ടി നരയമ്പാറയിൽ നടന്ന പരിശോധനയിൽ പ്രധാനമായും വാഹനങ്ങളുടെ സുരക്ഷ, സ്പീഡ് ഗവർണർ, GPS, ക്യാമറകൾ തുടങ്ങിയവയാണ് പരിശോധിച്ചത്. കൂടാതെ വിദ്യാവാഹിനി ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതും പരിശോധിക്കുന്നുണ്ട്. ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ രക്ഷിതാക്കൾക്ക് വാഹനം എവിടെയാണെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ എല്ലാ വർഷവും മോട്ടോർ വാഹന വകുപ്പ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ജൂൺ ആദ്യ വാരത്തിന് മുന്നേ, സ്കൂൾ ആരംഭത്തിന് മുന്നേ തന്നെ പ്രീ മൺസൂൺ ചെക്കിംഗ് സ്കൂൾ വാഹനങ്ങൾക്കായി നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഒരു സ്ലോഗൻ തന്നെ ഗവൺമെൻറ് ഇത്തവണ ഇറക്കിയിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സുരക്ഷിത വിദ്യാരംഭം. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലായിടത്തും തന്നെ വാഹന പരിശോധന നടന്നു വരികയാണ്. അതായത് സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്. അതായത് സ്കൂൾ വാഹനങ്ങൾ ചെക്ക് ചെയ്ത് അവർക്ക് ടോക്കൺ, അതായത് ചെക്കിഡ് എന്നുള്ള സ്ലിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഭാഗമായി കുട്ടികളുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ആദ്യമായി വാഹനങ്ങളുടെ പരിശോധന നടക്കുന്നത്. വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നതിനോടൊപ്പം ഡ്രൈവർമാരുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴുണ്ടായ നിയമലംഘനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഓരോ വാഹനങ്ങളും ഓടിച്ചു നോക്കിയുള്ള കർശന പരിശോധനകളാണ് നടത്തുന്നത്. ഇരിട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ രാജീവന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ VR ഷനിൽകുമാർ, DK ഷീജി, TA സുമേഷ് എന്നിവരാണ് പരിശോധന നടത്തിയത്. സ്കൂൾ ബസ്സുകളല്ലാതെ മറ്റു വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുമ്പോൾ കൃത്യമായ എണ്ണം അനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ പാടുള്ളൂവെന്നും അല്ലാത്തപക്ഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇരിട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ രാജീവൻ പറഞ്ഞു. ഇവരൊക്കെ തന്നെ ഡ്രൈവർമാരെ റോൾ മോഡലാക്കിയാണ് കുട്ടികളൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഈ സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കായിട്ട് പ്രത്യേക സുരക്ഷാ ക്ലാസ്സുകൾ ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്കൂൾ വാഹനങ്ങളുടെ ആയമാർക്ക്, അതായത് അറ്റൻഡേഴ്സ്, ഡോർ അറ്റൻഡേഴ്സ് ഉണ്ട്. അതായത് അവരാണ് ഈ കുട്ടികളൊക്കെ റോഡിലിറക്കി സുരക്ഷിതമായി അവരെ രക്ഷിതാക്കളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അവരും ചില സുരക്ഷിതമായ കാര്യങ്ങളെക്കുറിച്ച് അവരും അറിയേണ്ടതുണ്ട്. അവർക്കും പ്രത്യേകിച്ച് തന്നെ ക്ലാസ് കൊടുക്കുന്നതാണ്. ആദ്യപടിയായി വാഹനങ്ങളുടെ സുരക്ഷ, പിന്നീട് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ വാഹന ഉപയോക്താക്കളെ ബോധവൽക്കരിക്കുക, പിന്നീട് മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക്, അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, അവർക്കൊക്കെ തന്നെ ഞങ്ങൾ ഇനി ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഭാഗമായി. പരിശോധനക്കൊപ്പം തന്നെ ഡ്രൈവർമാർക്കും വാഹനത്തിൽ പോകുന്ന സഹായിക്കും ബോധവൽക്കരണ ക്ലാസും നൽകുന്നുണ്ട്. 31-ാം തീയതിയും വാഹന പരിശോധന നടത്തും. മെയ് 31-ന് ശനിയാഴ്ച 5001 മുതൽ 9999 വരെയുള്ള വാഹനങ്ങൾ ഇതേ രീതിയിൽ പരിശോധിക്കും. ഇത്തരത്തിൽ പരിശോധന നടത്തി നൽകുന്ന സ്റ്റിക്കർ പതിക്കാത്ത വാഹനങ്ങൾ ജൂൺ 2 മുതൽ നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.